കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെ ലേഖനത്തിൽ എഴുതുകയാണ്. 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തെ ശക്തിയും ആകുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അന്നത്തെ ജനങ്ങൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ ഒരു കാലയളവിലുള്ളവരാണ് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കൊരിന്ത് സഭ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ജനിച്ചപ്പോൾ യേശുക്രിസ്തുമാർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഏറെ പേരും യേശുക്രിസ്തു ആ അനുഭവിച്ച ആ ഒരു സമയത്തുള്ളവരാണ്. അപ്പോൾ അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്ന കാലമാണ്. ചിലവർ വിശ്വസിച്ച് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് വരെ കർത്താവ് അനുദിനം പൗലോസല്ല കർത്താവ് അനുദിനം സഭയോട് ചേർത്ത് കൊണ്ടുവന്നു എന്ന്. അപ്പോൾ ദൈവം ഇന്ന് വിളിക്കുവാൻ വരുന്നതും കർത്താവ് ചേർത്ത ആ ഒരു സഭയാണ്, കർത്താവിനെ രക്ഷകനായി ഏറ്റുകൊണ്ട ആ ഒരു സഭയെ. അപ്പം ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് നശിച്ചു പോക്കുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു എന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ അത് പുച്ഛിച്ച് തള്ളുന്നവർ, അതിൽ അവർക്ക് പോഷത്വമായി തോന്നുന്നവർ, അവർ ബുദ്ധിയില്ലാത്തവരായി പോകുന്നു. അപ്പം മറ്റുള്ളവർ ഇതിനെ കൊള്ളുന്നവർ, അവർക്ക് ദൈവത്തിൻ്റെ ബലവും ശക്തിയും കിട്ടുന്നു. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ക്രൂശിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരുപാട് ധ്യാനിച്ചു. ക്രൂശിൻ്റെ ആ ഒരു കഷ്ടപ്പാടനുഭവ ദിവസങ്ങൾ, ഉയർത്തെഴുന്നേറ്റ ദിവസങ്ങൾ 2-3 മാസത്തിന് മുമ്പാണ് നാം കേട്ടത്. യേശുക്രിസ്തു ജനനം ആഘോഷിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ആഘോഷങ്ങളും ദുഃഖ ആചാരങ്ങളും എല്ലാം വർഷം തോറും വരികയാണ്. വർഷം തോറും ആ സമയത്ത് നാം ആചരിക്കുന്നു. 1-2 മാസം അതിൻ്റെതായ ആ ഒരു വചനം കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുന്നു. വീണ്ടും ലോകത്തിലുള്ള കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോൾ ഇതൊക്കെ മറന്നു കളഞ്ഞിട്ട് നാം നമ്മളായി തീരുന്നു, അങ്ങ് ജീവിക്കുന്നു, അടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നു. അങ്ങനെയല്ല, ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് അത് നശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നാശത്തിൽ പോകുന്നവർക്ക്, അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നവർക്ക് അതൊരു ഭോഷത്വമായി തോന്നും, അവർ പുച്ഛിച്ച് തള്ളും. പക്ഷേ നാം അത് വിശ്വസിച്ച് അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതിന്മണ്ണം നടക്കുമ്പോൾ അത് നമുക്കൊരു ദൈവിക ബലമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിതയ്ക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ചിലവർ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് പോകുന്നവരുണ്ട് ദൈവസന്നിധിയിൽ. ചിലവർ അവിടെ അത്ഭുതമുണ്ടോ, അടയാളമുണ്ടോ, അന്യഭാഷ ഉണ്ടോ, കൃപാവരങ്ങളുണ്ടോ, അങ്ങനെ ചോദിച്ചു പോകുന്നു. അതല്ല, ഇന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവചനങ്ങളും അന്യഭാഷകളും അല്ല, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ബലവും നമ്മൾ അന്വേഷിക്കണം. അല്ലാതെ നാം ക്രൂശിതനായ ഒരു യേശു ഉണ്ട്, നമ്മെ രക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ക്രൂശിൻ്റെ വചനം നാം സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ നാമും പുറന്തള്ളപ്പെടും. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ക്രൂശിൻ്റെ വചനങ്ങൾ ധ്യാനിച്ചു വന്ന നമുക്ക് ആ ഒരു വചനങ്ങളിൽ തന്നെ അടിയുറച്ച് ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പൈതൽ കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ കർത്താവ് യഥാർത്ഥ സ്നേഹം അറിയുന്നവരായി, കർത്താവെ ആ വചനത്തിൽ വിശ്വസിക്കുന്നവരായിട്ട്, കർത്താവെ അത്ഭുതമില്ലെങ്കിലും അടയാളമില്ലെങ്കിലും രോഗശാന്തി ഇല്ലെങ്കിലും ഭൂതം വിട്ടുമാറിയില്ലെങ്കിലും കടഭാരം മാറിയില്ലെങ്കിലും കർത്താവെ വസ്തുവകകൾ കിട്ടിയില്ലെങ്കിലും വീട് പണിതില്ലെങ്കിലും മക്കളുടെ വിവാഹം നടന്നില്ലെങ്കിലും കുഞ്ഞ് ലഭിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ വിട്ട് പിന്മാറുകയില്ല എന്നുള്ള ആ ഒരു ക്രൂശിൻ്റെ വചനത്തെ തന്നെ ഇവർ പിടിച്ചു നിന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെ അങ്ങയുടെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.